ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇഫ്താർ സ്പെഷ്യൽ 2 സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിലൊരു ഫില്ലിങ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് കാബേജ്, അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഒരു 1/2 കപ്പ് ചിക്കൻ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 5 കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തൊലിയെല്ലാം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറുതായിട്ടൊരു മസാല തേക്കാനുണ്ട്. അതിലേക്ക് നമ്മുടെ കോഴിമുട്ട ചേർത്തിട്ട് ഈ മസാലയൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തേച്ച് കൊടുക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച കോഴിമുട്ടയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പം പൊട്ടുന്നതിൻ്റെ മുന്നായിട്ട് എടുത്ത് മാറ്റുക. നല്ല കട്ടിയുള്ള മസാല വേണമെങ്കിൽ അങ്ങനെ തേച്ചിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ ലൂസായിട്ടുള്ളൊരു മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കോഴിമുട്ടയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഈ കോഴിമുട്ട ഞാൻ ഇത് നടു മുറിച്ചിട്ട് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലുള്ള മഞ്ഞ നമുക്ക് മാറ്റിയെടുക്കാം. ഈ മഞ്ഞയെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മളെ ബൗളിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ ചിക്കൻ വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ചിക്കൻ നിർബന്ധമില്ല. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു 1/2 കപ്പ് നല്ല തിക്കായിട്ടുള്ള ഗാർലിക് സോസ് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില. ഇനി ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ടൊമാറ്റോ സോസ് ചിലർക്ക് ഇഷ്ടമാവില്ല, അതുകൊണ്ട് വൈറ്റ് സോസ് മാത്രം ചേർത്താലും കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കും. പിന്നെ നമ്മുടെ ഗാർലിക് സോസിലും ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ വളരെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ടിടുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോഴിമുട്ടയുടെ നമ്മൾ മഞ്ഞ ഒഴിവാക്കി വെച്ചില്ല, ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആ ഒരു ഹോൾസിൽ മാത്രമല്ല, നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വരുന്ന വിധത്തിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പുറത്തേക്കൊന്നും പോവില്ല. നല്ല തിക്കായിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് സോസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇനി അടുത്തതായിട്ട് ഏലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്വീറ്റും ഒരു സ്പൈസിയും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു മുറി തേങ്ങ, ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ചേർക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ പഴം നിറയ്ക്കാൻ ഉണ്ടാക്കുന്ന ആ ഒരു മിക്സ് തന്നെയാണ്. ഇനി ശരിക്കുള്ള ഏലാഞ്ചി ഉണ്ടാക്കുമ്പോൾ അതിൽ ജീരകമൊക്കെ ചേർക്കും. അപ്പോൾ ഞാൻ ജീരകമൊന്നും ചേർത്തിട്ടില്ല, ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദ എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അത്യാവശ്യം കട്ടിയിലുള്ളൊരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക, വളരെ തിന്നായിട്ട് ചുട്ടെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിൽ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇത് സാധാരണ നമ്മൾ ദോശ മുഴുവനായിട്ട് 2 സൈഡും നല്ലപോലെ വേവിച്ചെടുത്ത ശേഷമാണ് ചിലരൊക്കെ ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ വെച്ച് ഒരു ഹാഫ് വേവിൽ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് നെയ്യ് തേച്ചിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഞെരിച്ചിട്ട് ചുട്ടെടുക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫില്ലിങ് അതിൻ്റെ അകത്ത് നല്ല ടൈറ്റായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഇന്നത്തെ 2 സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ല ഇഫ്താർ സ്നാക്സ് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.